എല്ലാം പ്രതിഫലിച്ചു. അങ്ങനെ കേരളം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ 10 കൊല്ലമാണ് കടന്നുപോയത്. ഇതിനിയും അഭിവൃദ്ധിപ്പെടണം, അതാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിലെ LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു ദശാബ്ദം നമ്മുടെ നാട്ടിലുണ്ടായ എല്ലാ മാറ്റങ്ങളുടെയും നേതൃത്വം ഗവൺമെന്റിന്റെ പദ്ധതികളായിരുന്നു. ഞാൻ എല്ലാം ഇവിടെ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട വികസന പദ്ധതികൾ, ബൃഹത് പദ്ധതികൾ, ഒപ്പം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി അനുഭവപ്പെടുന്ന ക്ഷേമ പദ്ധതികൾ രണ്ടും നമ്മൾ സമന്വയിപ്പിച്ചു. അതാണ് LDFന്റെ നേട്ടം. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട പദ്ധതി, ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചിയിടമൺ പവർ ഹൈവേ, മലയോര ഹൈവേ, തീരദേശപാത, വിഴിഞ്ഞം പോർട്ട്, ഫോൺ, എണ്ണിപ്പറഞ്ഞാൽ തീരില്ല. അതിനെയാണ് ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് എന്നൊക്കെ പറയും. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട പദ്ധതികളാണ്. ഇന്ത്യക്ക് മാതൃകയായി ഇതെല്ലാം പൂർത്തിയാക്കാൻ നമുക്കായി. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കൊച്ചിയിലാണ്, ഇന്ത്യയിലെ ആദ്യത്തേത്. കേന്ദ്രമന്ത്രിമാരും മറ്റും വന്നത് കണ്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം പുറത്തു വന്നൊരു വാർത്ത, വാട്ടർ മെട്രോ, കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ഇന്ത്യയിലെ 20 വൻ നഗരങ്ങളിൽ ജലമെട്രോ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ്. കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ്, നമ്മൾ പ്രാവർത്തികമാക്കി. നമ്മളെ കണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വികസനം ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത്, കൊൽക്കത്തയിലോ മുംബൈയിലോ ഡൽഹിയിലോ അല്ല, തിരുവനന്തപുരത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്നൊരിക്കൽ അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചു. അമേരിക്കയിലെ സിലിക്കൺ വാലി കണ്ടപ്പോഴാണ് സഖാവ് നായനാർ ഇതിന്റെ മാതൃകയിൽ ഒന്ന് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ആരംഭിച്ചുകൂടാ എന്ന് ചിന്തിച്ചത്. അതിന്റെ തുടർച്ചയിലാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് യാഥാർത്ഥ്യമായത്. ഇപ്പൊ എന്താ ടെക്നോ പാർക്കിന്റെ സ്ഥിതി? 500ഓളം കമ്പനികൾ, 500ഓളം, 1 ലക്ഷത്തോളം ജീവനക്കാർ, 1 ലക്ഷത്തോളം മലയാളികൾ, ഇതര സംസ്ഥാനക്കാർ ഒക്കെ ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ IT വ്യവസായത്തിന്റെ തലസ്ഥാനമായി തിരുവനന്തപുരം ടെക്നോ പാർക്ക് മാറി. ആ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ സ്മാരകം എന്ന പോലെ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് യാഥാർത്ഥ്യമായി. മഹാവ്യാധി പടർന്നു പിടിച്ച നാളുകളിൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നാം പഠിച്ച പാഠമാണ്, ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു വ്യാധി പടർന്നു പിടിച്ചാൽ അത് ഏത് വൈറസാണ് ആ രോഗമുണ്ടാക്കുന്നത്, ആ വൈറസിനെ തിരിച്ചറിയാൻ, രോഗാണുവിനെ തിരിച്ചറിയാൻ, അതിനെ അമർച്ച ചെയ്യുന്നതിനുള്ള ഔഷധം എങ്ങനെ വികസിപ്പിക്കണമെന്ന് ആലോചിക്കാനൊക്കെ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കില്ല. ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇപ്പോഴിതാ കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തനക്ഷമമായി. ഇങ്ങനെയാണ് അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ പോകുന്നു. ഇന്റർനെറ്റ് അസമത്വം ഇല്ലാതാക്കുന്ന ഫോൺ ലോകത്തിൽ ആദ്യമാണ്. ഇപ്പൊ ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എല്ലാവരുടെയും മൊബൈലിൽ ഡേറ്റ ഉണ്ടാവും. വാട്സാപ്പ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഈ വാട്സാപ്പിന് വേണ്ടി മാത്രമല്ല, പുതിയ കാലത്ത് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് പഠനാവശ്യത്തിന് ഇന്റർനെറ്റ് വേണം. അതിനി രക്ഷിതാക്കൾ കാശ് കൊടുക്കണ്ട. BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി ഡേറ്റ, ഇന്റർനെറ്റ് 20 ലക്ഷം വരും. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യം. APL കുടുംബങ്ങളും വിഷമിക്കേണ്ട, അവർക്ക് സൗജന്യ നിരക്കിൽ. ലോകത്തിൽ ആദ്യമായാണ് ഒരു സർക്കാർ ഇന്റർനെറ്റ് സേവനം പൗരന്മാർക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും നൽകുന്നത്. ഇപ്പൊ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി നമ്മുടെ നാട് മാറി. സ്കൂളിൽ കുട്ടികൾക്ക് പരീക്ഷാകാലത്ത് പോലും പുസ്തകം കിട്ടാതെ തെരുവിലിറങ്ങിയ ഒരു കാലം നമ്മുടെ ഓർമ്മയിലുണ്ട്, ഇല്ലേ? ഇപ്പോഴോ സ്കൂള് തുറക്കുന്നതിന് മുൻപ് പുസ്തകം കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴിതാ ഈ കൊല്ലം സ്കൂള് പൂട്ടുന്നതിന് മുൻപ് അടുത്ത കൊല്ലത്തെ പുസ്തകം. നിങ്ങൾ നോക്കൂ, എന്തൊരു മാറ്റമാണ്. UDFന്റെ കാലത്ത് അബ്ദുറബ്ബ് മന്ത്രിയായിരുന്നപ്പോ ഓണപരീക്ഷയായി, കുട്ടികൾക്ക് പുസ്തകമില്ല. എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, അധ്യാപകർക്ക് എന്താണ് പഠിപ്പിക്കേണ്ടതെന്നും അറിയില്ല, പുസ്തകമില്ല.
കുട്ടികൾ തെരുവിലിറങ്ങി സമരം ചെയ്തു, അവരുടെ തല തല്ലിപ്പൊളിച്ചു, വലിയ സംഘർഷമുണ്ടായി. പത്രക്കാർ അന്നത്തെ മന്ത്രി അബ്ദുറബ്ബിനോട് ചോദിച്ചു, ഓണപ്പരീക്ഷയായിട്ടും പാഠപുസ്തകം കൊടുക്കാത്തത് എന്താണ്? അബ്ദുറബ്ബ് പറഞ്ഞ മറുപടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? ഒരു വഷളൻ ചിരിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഓണം നേരത്തെ വന്നു, അതുകൊണ്ട് കുഴപ്പമായി പോയി എന്നാണ്. ഓണം നേരത്തെ വന്നു എന്നാണ്. ഓണം ഉണ്ടായ കാലം മുതൽ ഓണം ചിങ്ങത്തിലല്ലേ? കർക്കടകത്തിൽ ഓണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അബ്ദുറബ്ബിന് എന്ത് ഓണം, എന്ത് പരീക്ഷ, എന്ത് പുസ്തകം? ഇതായിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം. അവിടെ നിന്ന് എങ്ങോട്ട് മാറി? സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകം കൊടുക്കാൻ തുടങ്ങി. ഇപ്പോ സ്കൂൾ പൂട്ടുന്നതിന് മുൻപ് അടുത്ത കൊല്ലത്തെ പുസ്തകം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് LDF കേരളത്തെ മാറ്റിയിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും വന്ന മാറ്റം. ഇതിന്റെ അനുപൂരകമായി 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുത്തു. ഒരു കുടുംബത്തിൽ ഒരു 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യർ. 20 ലക്ഷം മനുഷ്യർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമായി. വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് വീടെന്ന് പറഞ്ഞാൽ എത്ര വലിയ സുരക്ഷിതത്വ ബോധവും ആശ്വാസവുമാണ്. ഒരു സർവകാല റെക്കോർഡാണ്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട്. കേരളത്തിൽ നിയമന നിരോധനമാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പോഴോ ഇന്ത്യയിലെ 10-29 സംസ്ഥാനങ്ങളിലുമായി നടക്കുന്ന സർക്കാർ നിയമനങ്ങളിൽ 60% കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നുവെച്ചാൽ ഇന്ത്യയിൽ 100 ചെറുപ്പക്കാർക്ക് PSC വഴി നിയമനം കിട്ടുന്നുവെങ്കിൽ അതിൽ 61-62 പേർക്ക് ഈ കേരളത്തിലാണ് കിട്ടുന്നത്. ബാക്കി ഇന്ത്യ മുഴുവനും കൂടി 10-38 പേർക്കേ ഉള്ളൂ. അതെന്താണ് അങ്ങനെ? സത്യത്തിൽ സാമാന്യയുക്തിക്ക് നിരക്കാത്തൊരു കാര്യമല്ലേ? ഇന്ത്യൻ ജനസംഖ്യയിൽ 3% മറ്റേ ഉള്ളൂ കേരളത്തിൽ. അങ്ങനെ നോക്കിയാൽ 100 ആൾക്ക് ജോലി കിട്ടുമ്പോൾ 3 ആൾക്ക് ഇവിടെ കിട്ടാൻ പാടുള്ളൂ. പക്ഷെ കിട്ടുന്ന അത്രയാണ്. ഇന്ത്യയിൽ 100 ചെറുപ്പക്കാർക്ക് ജോലി കിട്ടിയ അതിൽ 60, 61, 62 പേർക്ക് ഇവിടെയാണ്. അതെന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇപ്പോ സ്ഥിര നിയമനങ്ങൾ നൽകുന്നില്ല. ജോലിയില്ല. അത്യാവശ്യം വേണ്ടിടത്ത് ദിവസക്കൂലിക്ക് ആളെ വയ്ക്കുകയാണ്. ദിവസക്കൂലിക്ക് ആളെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ തുച്ഛമായ വേതനം, പെൻഷനില്ല, മറ്റാനുകൂല്യങ്ങളില്ല, ഒന്നുമില്ല. ഒരടിമവേല. പോലീസിലും മറ്റുമായി കുറച്ചു പേരെ മാത്രമാണ് PSC നിയമനങ്ങൾ കൊടുക്കുന്നത്. ഇവിടെയോ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ LDF അധികാരത്തിലിരിക്കുമ്പോൾ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾ 3 ലക്ഷം പേർക്ക് ഈ കേരളത്തിൽ സർക്കാർ ജോലി കിട്ടി. നമ്മുടെ LDF ഗവൺമെന്റിന്റെ ഭരണകാലത്ത് 3 ലക്ഷം യുവതി യുവാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറി ഈ കേരളത്തിൽ. അതാണ് മാറ്റം. നമ്മുടെ ആശുപത്രികളിൽ, റോഡിൽ, പള്ളിക്കൂടങ്ങളിലൊക്കെ ഉണ്ടായ മാറ്റം ചെറുതാണോ? ഇതോടൊപ്പം ഏറ്റവും വലിയ ആശ്വാസ പദ്ധതിയായി ക്ഷേമ പെൻഷൻ മാറിയില്ലേ? 62 ലക്ഷം പേർക്കാണ്. 62 ലക്ഷം പേർക്ക് 2000 രൂപ പ്രതിമാസ പെൻഷൻ. കുടിശ്ശികയില്ല. ഇപ്പൊ ഇതാ വാർത്ത വന്നിരിക്കുന്നു. എന്താണ്? അടുത്ത മാസം ആദ്യം ഈസ്റ്ററാണ്. അത് കഴിഞ്ഞാൽ വിഷുവായി. പെരുന്നാൾ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആഘോഷവേളകൾ വരുന്ന സമയത്ത് മുൻപും LDF ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അഡ്വാൻസ് ആയിട്ട് പെൻഷൻ കൊടുക്കും. അപ്പൊ ഈ മാർച്ചിലെ പെൻഷനും ഏപ്രിലിലെ പെൻഷനും കൂടി ഈ ആഴ്ച കിട്ടാൻ പോവാണ്. ഒരാൾക്ക് 4000 റുപ്യ. ഒരു വീട്ടിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എങ്കിലും വിഷമിക്കണ്ട. അവരെ സംരക്ഷിക്കാൻ സർക്കാരുണ്ട്, LDF ഉണ്ട്. ആ വീട്ടിലേക്ക് 2 പേർക്കും കൂടി 2000, 4000 8000 ഇന്ത്യൻ ഉറുപ്പിക ഈ ആഴ്ച കിട്ടും. ഈ ആഴ്ച. ഇന്ത്യയിൽ എവിടെയില്ല. ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല. 2000 രൂപ പ്രതിമാസ പെൻഷൻ കിട്ടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം നമ്മുടെ കേരളം. നമ്മുടെ കേരളം. LDF ഭരിച്ച കേരളം. KC വേണുഗോപാൽ എന്താ പ്രസ്താവന പുറപ്പെടുവിച്ചത് കുറച്ചുനാൾ മുൻപ്? ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ്. നിങ്ങൾ ആലോചിച്ചു. പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ കാരണവന്മാർ, കർഷക തൊഴിലാളികൾ, പ്രായത്തിന്റെ അവശത അനുഭവിക്കുന്നവർ, അവരുടെ അവകാശമാണ് പെൻഷൻ എന്ന് LDF പഠിപ്പിക്കുമ്പോൾ
ഇത് നിങ്ങളുടെ അവകാശമാണ്, സർക്കാരിന്റെ ഔദാര്യമല്ല. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ വേണുഗോപാൽ പറയുന്നു ഇത് കൈക്കൂലിയാണ് എന്ന് വെച്ചാൽ കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരു കാലത്ത് UDF അധികാരത്തിൽ വന്ന അന്നില്ല പെൻഷൻ, അന്ന് അവസാനിപ്പിക്കും പെൻഷൻ, പിന്നെ പെൻഷൻ ഉണ്ടാവില്ല. ഇപ്പോ തടസ്സമില്ലാതെ പെൻഷൻ കിട്ടുന്നു. ഒപ്പം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും ചിന്തിച്ചിരുന്നു? ഇവിടെ ഇപ്പൊ കുറെ വീട്ടമ്മമാർ സഹോദരിമാരിയ്ക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയല്ല, കേരളത്തിലെ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന വിഭാഗം എന്നതാണ് വസ്തുത. പക്ഷേ അധ്വാനം പലപ്പോഴും കണ്ണിൽപ്പെടില്ല. അത് പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു ദൗർബല്യമാണ്. നമ്മുടെ സമൂഹം പുരുഷാധിപത്യ സമൂഹമാണ്. വീട്ടിലെ ജോലികൾ സ്ത്രീയുടെ കടമയാണ് എന്നാണ് നമ്മൾ പുരുഷന്മാരധികവും ധരിച്ചു വച്ചിരിക്കുന്നത്. മിനിഞ്ഞാന്നൊരു സുപ്രീം കോടതി വിധി ഉണ്ടായി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? പത്രത്തിലൊക്കെ വന്നായിരുന്നു. എന്താണ് സുപ്രീം കോടതി വിധി? പല പുരുഷന്മാരും അത് വായിച്ചിട്ടുണ്ട്, കാണാത്തവരിക്കുകയാണ്. സുപ്രീം കോടതി വിധി ചരിത്രപ്രസിദ്ധമായ വിധിയാണ്. സുപ്രീം കോടതി പറയുന്നു, വീട്ടുജോലി സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, പുരുഷന്മാരും വീട്ടുജോലി ചെയ്യണം. എന്നിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞു, പുരുഷന്മാർ വിവാഹം കഴിച്ചിട്ടുള്ളത് ഒരു വീട്ടുവേലക്കാരിയെ അല്ല, ഭാര്യയാണ്. ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമല്ല വീട്ടുജോലി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തലമുറകളായി നമ്മുടെ നാട്ടിലൊരു രീതി എന്താണ്? എല്ലാ വീട്ടുജോലിയും സ്ത്രീകളാണ് ചെയ്യുന്നത്. ആദ്യം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നത് വീട്ടമ്മമാരാണ്. ഏറ്റവും ഒടുവിൽ ഉറങ്ങുന്നവരും അവരാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ആരംഭിക്കുന്ന അധ്വാനം പാതിരാത്രി വരെ നീണ്ടു നിൽക്കുന്നതാണ്. എന്തൊക്കെ ജോലികൾ ചെയ്യണം? വീടും മുറ്റവും അടിച്ചു വാരാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടോ? അതൊരു ജോലിയാണ്. PSC വഴി അഡ്വൈസ് മെമ്മോ കിട്ടി നമ്മൾ ചേരേണ്ട ഒരു ജോലിയാണത്. അതിന് ശമ്പള സ്കെയിലൊക്കെ ഉണ്ട്. പാർട്ട് ടൈം സ്വീപ്പർ ഒരു ജോലിയാണ്. ഭക്ഷണം പാചകം ചെയ്യാത്ത വീട്ടമ്മയുണ്ടോ? ഇല്ല, അതൊരു ജോലിയാണ്. കുക്ക്, അതിന് ശമ്പള സ്കെയിൽ വേറെയാണ്. വസ്ത്രമലക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടോ? ഡോബി, അത് മറ്റൊരു ജോലിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പഠനത്തിൽ സഹായിക്കാത്ത വീട്ടമ്മമാരുണ്ടോ? അത് ട്യൂട്ടറുടെ മറ്റൊരു ജോലിയാണ്. പ്രായം കൂടിയ ഒരു കുടുംബാംഗം കിടപ്പിലായി പോയാൽ പരിപാലിക്കുന്നത്, ശുശ്രൂഷിക്കുന്ന ആരാണ്? അപ്പോൾ ഒരു ഹോം നഴ്സിന്റെയോ ഒക്കെ ജോലി അവിടെ ചെയ്യാണ്. ഇതെല്ലാം ചെയ്യുന്ന വീട്ടമ്മമാരാണ്. പക്ഷെ ആ അധ്വാനത്തെ നമ്മുടെ സമൂഹം വിലമതിച്ചിരുന്നില്ല. അതൊരു കടമ എന്ന പോലെയാണ്. സ്ത്രീകൾ തന്നെ അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പൊ ചില വീട്ടമ്മമാരെയൊക്കെ പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറയും, ഓ ജോലിയൊന്നുമില്ല സഖാവേ, വീട്ടമ്മയാണ്, ഹൗസ് വൈഫാണ് എന്ന് പറയും. ഇല്ലേ, അങ്ങനെയാ പറയുക. ഹൗസ് വൈഫിന്റെ മലയാളമാണ് വീട്ടമ്മ. എന്നാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? സർക്കാർ ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ കൂലി കിട്ടുന്ന ജോലിയൊന്നുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പുരുഷന്മാർക്ക് ബാധകമല്ല. സർക്കാർ ജോലിയില്ലാത്ത ഏതെങ്കിലും ഒരു പുരുഷനെ പരിചയപ്പെടുമ്പോൾ പറയൂ, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ജോലിയൊന്നുമില്ല, ഞാനൊരു ഹൗസ് ഹസ്ബൻഡാണ് എന്ന് പറയൂ ആരെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല. കേരളത്തിൽ വീട്ടമ്മ മാത്രമേ ഉള്ളൂ, വീട്ടച്ഛനില്ല. വീട്ടച്ഛൻ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു അധികാര പ്രയോഗം ഭാഷയിൽ വരുന്നതാണ്. എന്തോ ആവട്ടെ, അത് വേറൊരു വിഷയമാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നത്, തലമുറകളായി പതിറ്റാണ്ടുകളായി കേരളത്തിലെ വീടുകൾ നിലനിർത്തുന്നത് വീട്ടമ്മമാരാണ്, അവരുടെ അധ്വാനമാണ്. ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിലെ വീട്ടമ്മമാരുടെ അധ്വാനത്തെ വിലമതിക്കുന്നു, അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അവർക്ക് പ്രതിമാസം സർക്കാർ ഖജനാവിൽ നിന്നും ഒരു പാരിതോഷികം, പെൻഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു. അതിപ്പോ കൊടുത്തു തുടങ്ങി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വീട്ടമ്മമാരുടെ പെൻഷൻ ഇപ്പോഴും അപേക്ഷിക്കാം. അപേക്ഷിച്ചതിനനുസരിച്ച് ഇപ്പോ അക്കൗണ്ടിൽ പണം എത്തി. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിങ്ങളുടെ എല്ലാം ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ ഈ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
യെസ്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, അങ്ങനെ രാജ്യത്താദ്യമായി വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന ചരിത്രപ്രസിദ്ധമായ പരിഷ്കാരം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ അക്കൗണ്ടിൽ കാശ് എത്തി കഴിഞ്ഞ മാസത്തെ. ഇനിയും അപേക്ഷിക്കാം. 35 വയസ്സായ ഏതൊരു വീട്ടമ്മയ്ക്കും ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അംഗമാകാൻ അപേക്ഷിക്കാം. അതിൻ്റെ കൂടെയാണ് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസം സ്റ്റൈപ്പൻഡ്, അതും ഇന്ത്യയിൽ ആദ്യമായി ഇവിടെ ആരംഭിച്ചു. ഇതെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു സുവർണകാലത്തേക്ക് കേരളത്തെ ആനയിക്കുന്ന മഹാപരിഷ്കാരങ്ങളായി വിലയിരുത്തപ്പെടുകയാണ്. ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒടുവിലായി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ 10 കൊല്ലം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ, ഓരോ വിഭാഗത്തിലും പെട്ടവർക്ക് ഓരോ മറുപടി പറയാനുണ്ടാവും. അതിനൊരു ഒറ്റ ഉത്തരമല്ല ഉള്ളത്. ഇപ്പൊ വീട്ടമ്മമാരോട് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ പെൻഷൻ, ചെറുപ്പക്കാർക്കാണെങ്കിൽ സ്റ്റൈപ്പൻഡ്, കുട്ടികൾക്കാണെങ്കിൽ പാഠപുസ്തകം സമയത്തിന് കിട്ടുന്നത്, കേരളത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന പവർ കട്ട് ഇല്ലാതായത്, റോഡുകൾ നന്നായത്, ആശുപത്രി നന്നായത്, സ്കൂൾ നന്നായത് ഒക്കെ, ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുത്തതൊക്കെ പറയാൻ കഴിയും. എന്നാൽ ഇതുപോലെ നാം ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളം മാറി എന്നതാണ്. സമാധാനമായി ജീവിക്കാൻ. അപ്പൊ ഇതിനെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ മറ്റെവിടെയും കേരളത്തിലേതുപോലെ സമാധാനപരമായ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ എത്രമാത്രം വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ്. നിസ്സാരമല്ല. ഇപ്പോ എത്ര നിരപരാധികളായ മനുഷ്യരാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊല്ലപ്പെടുന്നത്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും മനുഷ്യർ കൊല്ലപ്പെടുന്നു. പശുവിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നു. നിങ്ങൾ കരുതുന്നത് ഉത്തരേന്ത്യയിലല്ലേ? ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഈ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്നു. അതിർത്തി വരെ എത്തി. കർണാടകയിൽ വെച്ചാണ് മംഗലാപുരത്ത് മലയാളിയായ ഒരു സഹോദരൻ അഷ്റഫിനെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മൃഗീയമായി പട്ടാപ്പകൽ അടിച്ചു കൊന്നു. എത്ര സംഭവങ്ങൾ! കേരളം മാത്രം സമാധാനത്തിന്റെ ഒരു തുരുത്തായി നിൽക്കുന്നു. അതിൻ്റെ കാരണം, എല്ലാത്തരം വർഗീയവാദികൾക്കുമെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നതുകൊണ്ടാണ്. മുൻപ് UDFന്റെ കാലത്ത് ഇടതടവില്ലാത്ത വർഗീയ കലാപങ്ങൾ എത്ര കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ആ കഥകളെല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മാറാട് എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര വർഗീയ കലാപങ്ങൾ, എത്ര പോലീസ് വെടിവെപ്പുകൾ. പാലക്കാട്ട് നഗരത്തിൽ പട്ടാപ്പകൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സിറാജുന്നീസയെ കേരള പോലീസ് വെടിവെച്ചു കൊന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? വെടിവെച്ചു കൊന്നുകളാം. തലങ്ങും വിലങ്ങും വർഗീയ സംഘർഷങ്ങൾ, പോലീസ് വെടിവെപ്പുകൾ, സർക്കാർ മൂകസാക്ഷിയായി നിന്നു. ഇപ്പൊ നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാം. ഒരു വർഗീയ കലാപവുമില്ല, ഒരു വർഗീയവാദിയുമില്ല. വർഗീയവാദികളെ നാട്ടിൽ വിദ്വേഷം വഹിക്കുന്ന രീതിയിൽ വർഗീയ സംഘർഷങ്ങൾക്ക് കോപ്പുകൂട്ടിയാൽ ചെങ്ങല വെച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നത് സമാധാനപരമായ മനുഷ്യജീവിതം ഇവിടെ സാധ്യമാക്കിയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സമാധാനപരമായി ജീവിക്കാൻ പറ്റണം. അതിന് ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെടണം. ഒപ്പം പെൻഷൻ മുടങ്ങിപ്പോകരുത്, സ്കൂളുകൾ അടച്ചുപൂട്ടരുത്, ഇനി ഒരിക്കലും പവർ കട്ട് ഉണ്ടാവരുത്. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകം കിട്ടണം. നമ്മുടെ റോഡുകളും ആശുപത്രികളും സ്കൂളുകളുമൊക്കെ നന്നാവണം. നമ്മുടെ നാട് അന്തസ്സോടെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന നല്ല നാടായി കൂടുതൽ അഭിവൃദ്ധിപ്പെടണം. അതിനെല്ലാം ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെട്ടേ മതിയാവൂ. അതിന് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിന് വോട്ട് ചെയ്യുന്നു എന്നാണ്. അതിൽ മറ്റ് രാഷ്ട്രീയമൊന്നുമില്ല. വോട്ട് ഫോർ LDF എന്ന് പറഞ്ഞാൽ വോട്ട് ഫോർ കേരളം എന്നാണ് അർത്ഥം. കേരളത്തിനാണ് വോട്ട്.
പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ ജയിച്ചു എന്നാണ് അർത്ഥം. നാം ഈ നാട് ജയിച്ചു എന്നാണ് അർത്ഥം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളം ഉറ്റുനോക്കിയ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പൂഞ്ഞാർ. ഞാൻ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും നീട്ടിപ്പറയുന്നില്ല. പൂഞ്ഞാറിന് ഒരു ശാപമോക്ഷം കിട്ടിയത് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിലൂടെയാണ്. നമ്മുടെ നാട് കേരളത്തിൽ ആദരിക്കപ്പെട്ടത് ഈ മലീമസമായ രാഷ്ട്രീയ സംസ്കാരത്തെ പരാജയപ്പെടുത്തിയ ഒരു ജനതയാണ് പൂഞ്ഞാറിലേത് എന്ന് കേരളം ആദരിച്ചത് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചപ്പോഴാണ്. രാഷ്ട്രീയത്തിലെ സൗമ്യദീപ്തമായ സാന്നിധ്യമാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പലരോടും സംസാരിച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. രാഷ്ട്രീയമായി വിയോജിക്കുന്നവർ, രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എതിരാളികൾക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ മമതയും ആദരവും സ്നേഹവുമുള്ള പിടിച്ചുപറ്റാൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയമൊക്കെ എന്തോ ആവട്ടെ, പക്ഷേ നമ്മുടെ നാടിന്, കേരളത്തിൻ്റെ വികസന കുതിപ്പിന് അനുപൂരകമായി ഈ പൂഞ്ഞാറിലും തുടക്കമിട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്താൻ, പൂർത്തിയാക്കാൻ, പുതിയ നല്ല തുടക്കങ്ങൾക്ക് ഒക്കെ നമ്മുടെ നാടിന്, ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ശരി, നമ്മുടെ നാടിന് നല്ലത് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ വിജയിപ്പിക്കുന്നതാണ് എന്ന് ഈ നാട്ടിലെ എല്ലാ വോട്ടർമാരെയും ബോധ്യപ്പെടുത്താൻ, അതിനവരെ പ്രേരിപ്പിക്കാൻ നിങ്ങൾക്കാവണം. ഏറെ ആവേശോജ്വലമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മണ്ഡലം കൺവെൻഷൻ. മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ LDF-ന് കേരളത്തിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ ഒരു നിയോജക മണ്ഡലമായി ഈ പൂഞ്ഞാറിനെ നിങ്ങൾ മാറ്റണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മണ്ഡലം കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. അഭിവാദനങ്ങൾ. സഖാക്കളെ, നമ്മുടെ പ്രിയങ്കരനായ MLA സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സംസാരിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം കേരള സംസ്ഥാന സർക്കാരിലൂടെ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന രേഖ ഔദ്യോഗികമായി അത് ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി സഖാവ് KJ തോമസിന് കൈമാറിക്കൊണ്ട് ബഹുമാന്യനായ M സ്വരാജ് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിർവഹിക്കുന്നു. നമുക്ക് നമ്മുടെ ബഹുമാന്യനായ സ്ഥാനാർത്ഥിയുടെ പ്രസംഗത്തിന് ശേഷം 1-2 പ്രസംഗങ്ങൾ കൂടിയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് റോഡ് ഷോയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമേ പിരിഞ്ഞു പോകാവുള്ളൂ. ബഹുമാന്യനായ MLA നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സംസാരിക്കും. ഐതിഹാസികമായ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ അധ്യക്ഷൻ സഖാവ് KT പ്രമദ്, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സമാരാധ്യനായ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേരളം കണ്ടിട്ടുള്ള അത്യുജ്വല പ്രഭാഷകരിലൊരാളും ചിന്തകനും വാഗ്മിയുമെല്ലാമായ സഖാവ് M സ്വരാജ്, വേദിയിലുള്ള നമുക്കൊക്കെ ആദരവും സ്നേഹവുമുള്ള ഈ നാടിൻ്റെ മുൻ MLA ശ്രീ KJ തോമസ് അവറുകൾ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന
ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫൻ ജോർജ് XMLA, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, മറ്റ് വേദിയിലുള്ള ബഹുമാന്യരായ ആദരണീയരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ, സദസ്സിൽ ഉപവിഷ്ടായിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഈ നാടിൻ്റെ ബഹുമാന്യരായ പൊതുപ്രവർത്തകർ, സഹാക്കളെ, സുഹൃത്തുക്കളെ, 5 വർഷത്തെ നിയമസഭാ സാമാജികൻ എന്ന ചുമതല നിങ്ങൾ 2021 ഏപ്രിൽ 6-ാം തീയതി നടന്ന ജനവിധിയിലൂടെ എന്നെ ഭരമേൽപ്പിച്ചതാണ്. 5 വർഷം പിന്നിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കാഹളമുയരുമ്പോൾ എൻ്റെ പാർട്ടിയും മുന്നണിയും വീണ്ടും ഒരു നിയോഗം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ നിയോഗം പൂഞ്ഞാറിന്റെ മുഖച്ഛായ മാറിയ, പൂഞ്ഞാറിന്റെ ആത്മാഭിമാനം വീണ്ടെടുത്ത, പൂഞ്ഞാറിന്റെ വികസനം മുരടിപ്പ് മാറ്റിയ പൂഞ്ഞാറുകാരനാണെന്ന് അഭിമാനത്തോടെ എവിടെയും പോയി തലയുയർത്തി പറയാൻ കഴിയുന്ന ആത്മാഭിമാനം തിരിച്ചു പിടിച്ച 5 വർഷങ്ങളായിരുന്നു എന്ന് വിശേഷിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദങ്ങളിൽ ഒരു സൂക്തമുണ്ട്, തമസോമ ജ്യോതിർഗമയ അസതോമ സത്യംഗമയ. ഇത് ഞാൻ ഇവിടെ പറയാൻ കാര്യം, പൂഞ്ഞാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസതോമ സത്യംഗമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ അതല്ലേ പൂഞ്ഞാറിൽ 5 വർഷം കൊണ്ട് സംഭവിച്ചത്. കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനു കീഴിൽ ഈ പൂഞ്ഞാർ കൈവരിച്ച മാറ്റം അത് വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിലുള്ള മാറ്റമായിരുന്നു. അത് ഇവിടുത്തെ മാഫിയ രാഷ്ട്രീയത്തിന് അറുതി വരുത്തിക്കൊണ്ട് സംശുദ്ധിയുടെയും മാന്യതയുടെയും എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ മാന്യതയും ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ രാഷ്ട്രീയത്തിലേക്കുള്ള മാറ്റമാണ് ഈ 5 വർഷം കൊണ്ട് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ മാറ്റം നമുക്ക് തുടരണം. ആ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്, വികസന തുടർച്ചയ്ക്ക് വേണ്ടി, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി, മതസാഹോദര്യത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി, വിദ്വേഷ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ, മാഫിയ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മൾ കഴിഞ്ഞ തവണ ഈ നിയോജക മണ്ഡലത്തിലെ സാമാന്യ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കുകയും എതിരാളിയായിരുന്ന കപട രാഷ്ട്രീയത്തിന്റെ വക്താവിനെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുവെങ്കിലും വീണ്ടും ആ ശക്തികൾ തലപൊക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രപരമായ ദൗത്യം നാം അവസാനിപ്പിച്ചത് തുടച്ചു നീക്കാനുള്ള ചരിത്രപരമായ ദൗത്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ, എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മളെ കരുത്തുറ്റതാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന അത്യുജ്വലമായ ഈ നാടിന്റെ ഭരണചക്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. ആ പ്രയാണത്തിന്റെ ജൈത്രയാത്രയിൽ ഒരുപാട് നാഴികക്കല്ലുകൾ നമുക്ക് പിന്നിടാൻ കഴിഞ്ഞു. അതിദാരിദ്ര്യമില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന
ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞു. സമൂഹത്തിൽ ഏറ്റവും അധികം വിഭാഗം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്ന നാടായി ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞു. നമ്മുടെ വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞു. പവർ കട്ടില്ലാത്ത ഒരു നാടായി നമുക്ക് മാറാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ കണ്ട ബൃഹത്തായ വികസന പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖം, ദേശീയപാത വികസനം, തീരദേശപാത, മലയോരപാത, 5 ലക്ഷം വീടുകൾ ലൈവ് പദ്ധതിയിലൂടെ മുടക്കം കൂടാതെ കൃത്യമായി 2000 രൂപ ക്ഷേമ പെൻഷൻ, പ്രളയവും കോവിഡും പോലെയുള്ള മഹാവ്യാധികൾ, മഹാദുരന്തങ്ങൾ നമ്മുടെ നാടിനെ ഗ്രസിച്ചപ്പോൾ അതിനെ ഏറ്റവും മികച്ച രീതിയിൽ അതിജീവിച്ച നാടെന്ന ഖ്യാതി, ഏറ്റവും മികച്ച ക്രമസമാധാന പാലന സാഹചര്യമുള്ള ഇന്ത്യൻ സംസ്ഥാനമെന്നുള്ള സ്ഥാനവും പദവിയും അംഗീകാരവും, പ്രിയപ്പെട്ടവരെ, ഒന്നൊന്നായി നമ്മുടെ നേട്ടത്തിന്റെ ഉജ്ജ്വലമായ ഏടുകൾ, ചരിത്ര ഏടുകൾ എഴുതി ചേർത്തുകൊണ്ടാണ് 2ാം പിണറായി സർക്കാർ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് 2026 എത്തിയിരിക്കുന്നത്. എത്തിയിരിക്കുന്നത് ഏതു സാഹചര്യത്തിലാണെന്ന് കൂടി നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഏറ്റവും അധികം ഗ്രസിച്ച പ്രളയം 2021, 2024 വയനാട്, ഈ പ്രളയ ദുരന്തങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഒരു നയാ പൈസ സഹായം തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. എന്നിട്ടും നമ്മൾ അതിനെയെല്ലാം അതിജീവിച്ചു. നിങ്ങൾ ഈ തൊട്ടടുത്ത കൂട്ടിക്കൽ ഒന്ന് പോയി നോക്കണം. നമ്മുടെ ആദരണീയനായ തോമസ് ചേട്ടൻ അടക്കം താമസിക്കുന്ന ആ കൂട്ടിക്കൽ 2021 പ്രളയം കഴിഞ്ഞപ്പോൾ കൂട്ടിക്കൽ പോയിട്ടുള്ളവരാവും നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും. എന്തായിരുന്നു ആ നാടിന്റെ സ്ഥിതി? പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയതെല്ലാം ആർത്തലച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ സാഹചര്യം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നിരുന്ന ഒരു കാലഘട്ടം, ഒരു നാട്. ആ നാടിനെ ഇന്ന് സുന്ദരമായി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. തകർന്ന പാലങ്ങളെല്ലാം നമ്മൾ പുനർനിർമ്മിച്ചു. അത് എന്തയാർ മുക്കളം പാലമാണെങ്കിലും, ഇളങ്കാട് ടൗൺ പാലമാണെങ്കിലും, മ്ലാക്കര പാലമാണെങ്കിലും, മൂപ്പൻമല പാലമാണെങ്കിലും, കൊക്കയാർ പാലമാണെങ്കിലും, മുണ്ടക്കയത്തെ കീച്ചൻപാറ പാലമാണെങ്കിലും, പ്രളയത്തിലെ പാലങ്ങളെല്ലാം പുനർനിർമ്മിച്ചു. പ്രളയത്തിൽ തകർന്ന റോഡുകളെല്ലാം പുനർനിർമ്മിച്ചു. വീട് സ്ഥലവും പോയ മുഴുവൻ പ്രിയപ്പെട്ടവർക്കും 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീട് വെക്കാനുള്ള പാക്കേജ് അനുവദിച്ച് 400ഓളം ആളുകളെ ഗവൺമെന്റ് പുനരധിവസിപ്പിച്ചു. CPIM നിർമ്മിച്ചു നൽകിയ 25 വീടുകൾ ഉൾപ്പെടെ 100-ലധികം വീടുകൾ വിവിധ സന്നദ്ധ സാമൂഹ്യ സേവന സംഘടനകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ മാറ്റം അവിടെ വരുത്താൻ കഴിഞ്ഞു. അത് ഞാൻ ഇവിടുത്തെ സൂചിപ്പിച്ചു. വയനാട്ടിലെ നിങ്ങൾ കണ്ടതാണ്. ഏതാണ്ട് 1 മാസം മുമ്പ് മാർച്ച് 1-ാം തീയതി, 1 മാസമായില്ല, മാർച്ച് 1-ാം തീയതി ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ആദരണീയനായ നമ്മുടെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജനും മറ്റ് മന്ത്രിമാരുമെല്ലാം ചേർന്ന് വയനാട്ടിൽ 168 വീടുകൾ പുനർനിർമ്മിച്ച ടൗൺഷിപ്പ്, ഒരു ചെറുപട്ടണത്തിൽ എന്തൊക്കെ വേണോ ആ വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് ആ ടൗൺഷിപ്പിന്റെ താക്കോൽ ഓരോ കുടുംബത്തിനും കൈമാറിയപ്പോഴാണ് സഖാവ് കെ രാജന്റെ വിഖ്യാതമായ ആ വാക്കുകൾ ഉയർന്നു കേട്ടത്. കല്ലിന്മേൽ കല്ല്, വീണ്ടും കല്ലുകൾ ഉയർത്തി അത് ഭവനങ്ങളാക്കി മേൽക്കൂര പണിത് താക്കോല് നൽകുന്നവരാണ് ഞങ്ങൾ എന്ന് കേരളം നെഞ്ചിലേറ്റിയ വാക്കുകൾ. അല്ലാതെ പ്രളയ ഫണ്ടെന്ന് പറഞ്ഞ് പിരിച്ചിട്ട് പാവപ്പെട്ടവരെ വഴിയാധാരമാക്കുന്ന UDFന്റെ നയമല്ല ഈ മുന്നണിക്കും ഗവൺമെന്റിനുമുള്ളത്. പ്രളയ ഫണ്ട് തട്ടിച്ചു തിന്നുന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ മുന്നണിയുടെ പാപ്പരത്വത്തിന്റെ നയമല്ല
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് എന്ന് തെളിയിച്ചതാണ് നമ്മൾ അവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം കേരളത്തിൽ ആദരണീയനായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഒരു പാലം, പെരുമ്പളം പാലം. 10,000 ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപിലേക്ക് 100 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പാലം. ആ പാലമാണ് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കുള്ളതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും. എന്നാൽ അത് ഇടതുപക്ഷ മുന്നണിയുടെ പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ്. അതിനു മുമ്പ് നമ്മളൊരു പാലം കേരളം ചർച്ച ചെയ്തു. അത് പാലാരിവട്ടം പാലമായിരുന്നു. കമ്പിയും സിമെന്റും ചേർക്കാതെ എങ്ങനെ പാലം പണിയാമെന്നും പാലം പണിയിൽ ഏറ്റവും വലിയ അഴിമതി എങ്ങനെ കാണിക്കാമെന്നും ഗവേഷണം നടത്തിയ ഒരു കാലത്തിന്റെ പ്രതീകമായിരുന്നു, ഒരു UDF ഭരണത്തിന്റെ പ്രതീകമായിരുന്നു ആ പാലം. ആ പെരുമ്പളം പാലം LDF പണിതതും UDF പണിത പാലാരിവട്ടം പാലവും ആ സാമ്യമാണ് കേരളത്തിൽ ഇടതുപക്ഷവും UDFും തമ്മിലുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് UDF നമ്മളോട് വോട്ട് ചോദിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നത്? വീണ്ടും നമ്മൾ 600-ൽ നിന്ന് 2000 ആക്കിയ പെൻഷൻ വീണ്ടും ഇല്ലെന്നാക്കി 18 മാസം കുടിശ്ശിക വരുത്തുന്ന ദുസ്ഥിതിയിലേക്ക് നാടിനെ തിരികെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണോ അവർ നമ്മളോട് വോട്ട് ചോദിച്ചു വരുന്നത്? അതോ പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് അച്ചടിച്ചു നൽകുന്നതിന് മുമ്പേ ഓണപ്പരീക്ഷയ്ക്ക് സമയമായപ്പോൾ ഓണപ്പരീക്ഷയുമായിട്ടും എന്തേ മന്ത്രി പുസ്തകം കൊടുക്കാൻ കഴിയാത്തതെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നത് എന്റെ കുഴപ്പമല്ല എന്ന് പറയുന്ന വിവരക്കേടിന്റെ കാലത്തേക്ക് കേരളത്തെ നയിക്കാനാണോ UDF വോട്ട് ചോദിക്കുന്നത്? അതോ റേഷൻ സബ്സിഡി എല്ലാം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് കൃത്യമായി റേഷൻ സാധനങ്ങൾ നൽകുന്ന ഈ സർക്കാരിന്റെ കാലം തുടരണോ? അതോ റേഷൻ കടകളിൽ ഒരു അരിമണി പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയിരുന്ന UDF കാലത്തേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനാണോ? അതോ മന്ത്രിമാരെല്ലാം അഴിമതി കേസിലും വിജിലൻസ് കേസിലും പെട്ട് നട്ടം തിരിഞ്ഞിരുന്ന ഒരു അഴിമതി കാലത്തിലേക്ക് ഈ നാടിനെ തിരിച്ചു നയിക്കാനാണോ UDFന് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? ഈ കാലങ്ങളിൽ 5 വർഷക്കാലം ഈ സർക്കാരിന്റെ കാലത്ത് ഒരഴിമതി ആരോപണം പോലും ഈ ഗവൺമെന്റിനെതിരെ വസ്തുതാപരമായി ഉന്നയിക്കാനോ ഏതെങ്കിലും ഒരു അധികാര കോടതിയിലോ വേറെ ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിന് മുമ്പിലോ തെളിയിക്കാൻ ഈ UDFനോ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞോ? എത്രയോ കേസുകൾ അവർ കൊടുത്തു. നമ്മളെ ഈ ക്യാമറ സ്ഥാപിച്ചപ്പോൾ അവർ കേസ് കൊടുത്തു. PPE കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അവർ കേസ് കൊടുത്തു. എല്ലാ കാര്യങ്ങൾക്കും അവർ കേസ് കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ആ കേസുകളൊക്കെ കോടതി ചവറ്റുകൊട്ടയിലേക്കാണ് ഇട്ടത്. ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചു, പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന്. ആ നിലയിലേക്ക് നാണം കെട്ട് പരമോന്നത നീതിപീഠങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയല്ലായിരുന്നോ കഴിഞ്ഞ 5 വർഷക്കാലവും ഉണ്ടായിരുന്നത്? നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ടാണ് UDF കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അവരുടെ ആ നുണകളൊക്കെ പഞ്ചസാരയിൽ പൊതിയുന്ന പാഷാണങ്ങളായി അവതരിപ്പിക്കാൻ ചില മാധ്യമങ്ങൾ കോപ്പുകൂട്ടി മുന്നിൽ നിൽക്കുമ്പോൾ അത്തരം മാധ്യമങ്ങളുടെ സഹകരണത്തോടെയും സഹായത്തോടെയും നട്ടാൽ കുരുക്കാത്ത പച്ച നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെയും മുന്നണിയെയും എതിർക്കുന്ന നയങ്ങളല്ലായിരുന്നു അവർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഒരേ സമയം വർഗീയത പുലമ്പി നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുന്ന BJP മുന്നണിയും അതുപോലെ തന്നെ വികസന വിരുദ്ധതയും അഴിമതിയും കെടുകാര്യസ്ഥതയും തമ്മിലടിയും എന്തിനേറെ ഏറ്റവും ഒടുവിൽ നമ്മുടെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു UDFലെ കലഹം? KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ, MP ആയ K. സുധാകരൻ
അദ്ദേഹം മത്സരിക്കാൻ ചാടിപ്പുറപ്പെടുന്നു. അതുപോലെ തന്നെ അടൂർ പ്രകാശ് മത്സരിക്കാൻ ചാടിപ്പുറപ്പെടുന്നു. ഇവരെ സീറ്റ് കൊടുക്കാതിരിക്കാൻ ചരട് വലിയും ഗ്രൂപ്പ് കളിയും തമ്മിലടിയും വിഴുപ്പലക്കലും പരസ്പരം ചെളിവാരിയേറുമായി കേരളത്തിന്റെ രാഷ്ട്രീയാന്തരീക്ഷം മലീമസമായ ഏതാനും ദിവസങ്ങളാണ് ഈ നോമിനേഷൻ നാളുകൾക്ക് മുമ്പിൽ കഴിഞ്ഞു പോയത്. നോമിനേഷൻ സമർപ്പിക്കുന്ന ദിവസമായിട്ട് പോലും സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ കഴിയാതിരുന്ന കെടുകാര്യസ്ഥതയുടെയും തമ്മിലടിയുടെയും വക്താക്കളായ UDF ആണോ നമ്മുടെ ഈ നാട്ടിൽ ഇനി ഭരണം നേടി അധികാരത്തിലേക്കാകും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്തായിരിക്കും അവർക്ക് അധികാരം കൊടുത്താൽ ഉണ്ടാവുന്ന സ്ഥിതി? കുരങ്ങിന്റെ കയ്യിൽ പൂമാല കൊടുത്താൽ എന്തായിരിക്കും ആ പൂമാലയ്ക്ക് ഉണ്ടാവുന്ന അവസ്ഥ? അതായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യമാകുന്ന UDFന്റെ സ്ഥിതി. ഇന്ന് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ആളില്ലാത്ത സ്ഥിതിയിൽ ആരെയെങ്കിലും ഓടിച്ചിട്ട് അയലോക്കത്തുനിന്ന് പിടിച്ചുകൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഗതികേടിലേക്ക് UDF പോയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൂഞ്ഞാറിന്റെ ജനത വിഴുപ്പ് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞ വിഴുപ്പ് ഭാണ്ഡത്തെ പുറത്തെടുത്തുകൊണ്ട് ഒരു കൂട്ടർ നടക്കുമ്പോൾ മറ്റൊരു വശത്ത് മത്സരിക്കാൻ ആളില്ലാതെ ഓടിച്ചിട്ട് പിടിച്ച ആളുകളെ കൊണ്ടുവന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദുർഗതിയും ദൈന്യതയുമാണ് പൂഞ്ഞാറിന്റെ രാഷ്ട്രീയത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ പറഞ്ഞ് 2-3 മിനിറ്റുകൾ കൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. 5 വർഷക്കാലം നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും ആത്മാർത്ഥതയോടെ, ഏറ്റവും പ്രതിബദ്ധതയോടെ, അത്യുജ്വലമായി ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 2-3 മണിക്കൂർ മാത്രം ഉറങ്ങാൻ മാറ്റിവെക്കുന്നത് ഒഴിച്ചാൽ 20-21 മണിക്കൂറും അക്ഷീണമായി അഹോരാത്രമായി ചോര നീരാക്കി ആത്മാർത്ഥതയും സത്യസന്ധതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും മുറുകെ പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലവും ഈ നാടിന്റെ MLA ആയി പ്രവർത്തിച്ചത് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ സഹോദരങ്ങളായി, എൻ്റെ മക്കളായി, എൻ്റെ മാതാപിതാക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവരിൽ ഹൈന്ദവരുണ്ടാവാം, അവരിൽ ക്രൈസ്തവരുണ്ടാവാം, അവരിൽ മുസ്ലിങ്ങൾ ഉണ്ടാവാം, അവരിൽ കോൺഗ്രസ് ഉണ്ടാവാം, അവരിൽ BJP ഉണ്ടാവാം, അവരിൽ മുസ്ലിം ലീഗ് ഉണ്ടാവാം. പക്ഷേ ആ വേർതിരിവൊന്നും കാണിക്കാതെ പൂഞ്ഞാറിലെ ഓരോ ജനതയെയും സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും ജനകീയ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും വലിയ മാതൃകയാണ് കഴിഞ്ഞ 5 വർഷം കാഴ്ചവെച്ചത് എന്ന അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിലെ ഒരിടതുപക്ഷ മുന്നണി പ്രവർത്തകന് പോലും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ വോട്ട് ചെയ്ത് MLA ആക്കിയതിന്റെ പേരിൽ തലകുനിക്കാൻ ഇടയാക്കിയിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വാർഡിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ MLA കൊണ്ടുവന്ന പാലമാണിത്, ഞങ്ങളുടെ MLA പണിത പള്ളിക്കൂടമാണിത്, ഞങ്ങളുടെ MLA കൊണ്ടുവന്ന റോഡാണിത്, ഞങ്ങളുടെ MLA കൊണ്ടുവന്ന ആശുപത്രിയാണിത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ നിയോജക മണ്ഡലത്തിന്റെ ഏതു വാർഡിൽ ചെന്നാലും ഞാൻ വെല്ലുവിളിക്കുന്ന എന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ, ഈ നിയോജക മണ്ഡലത്തിന്റെ ഏത് കവലയിൽ പോയി നിന്നാലും, ഏതു നാൽക്കവലയിൽ പോയി നിന്നാലും തൊട്ടു കാണിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ, പോയി സന്ദർശിക്കാൻ കഴിയുന്ന വികസനങ്ങൾ ദൃശ്യമാക്കി ഈ നിയോജക മണ്ഡലത്തിൽ സാക്ഷാത്കരിച്ചിട്ടുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് എന്നെ ഞാനാക്കിയ ഓരോ ഇടതു മുന്നണി പ്രവർത്തകനോടും സത്യം ചെയ്ത് ബോധിപ്പിക്കാൻ ഈ 5ാം വർഷത്തിന്റെ പൂർത്തീകരണത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതാണുണ്ടായ മാറ്റം. 3000 കോടി രൂപയുടെ വികസനം, ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ 60% പൂർത്തീകരിച്ചു. ഞാൻ MLA ആയി വരുമ്പോ ഈ നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് 90% റോഡുകളും തകർന്ന് തരിപ്പണമാണെങ്കിൽ 15 BMBC റോഡുകൾ അടക്കം ഇന്ന് മുഴുവൻ PWD റോഡുകളും 2-3 റോഡ് ഒഴികെ 140 PWD റോഡ് ഉള്ളതിൽ 2-3 എണ്ണം ഒഴികെ 98% റോഡും റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടാണ് നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു വരുന്നത്. 15 സ്കൂൾ കെട്ടിടങ്ങൾ പണിതു നൽകിയിട്ടാണ് നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു വരുന്നത്. 10 ആശുപത്രി കെട്ടിടങ്ങൾ
പണിത് നൽകിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിച്ച് വരുന്നത്. 6 വില്ലേജ് ഓഫീസ് കെട്ടിടം പണിതുയർത്തിയിട്ടാണ് നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ച് വരുന്നത്. 2 സബ് ട്രഷറി പണിതുയർത്തിയിട്ടാണ് നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ച് വരുന്നത്. മഹാനടൻ തിലകന്റെ പേരിൽ സാംസ്കാരിക നിലയം പണിതുയർത്തിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിച്ച് വരുന്നത്. പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിതിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിച്ച് വരുന്നത്. മുണ്ടക്കയത്തും ഈരാറ്റുപേട്ടയും മിനി സിവിൽ സ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഏറ്റവും ഉജ്ജ്വലമായി സജ്ജമാക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിച്ച് വരുന്നത്. പമ്പാവാലിയിലും ഏഞ്ചൽ വാലിയിലും അടക്കം നൂറുകണക്കിന് ആളുകൾക്ക് അവനവന്റെ കിടപ്പാടത്തിന്റെ ഭൂമിയുടെ കൈവശാവകാശ രേഖ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടാണ് നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇനിയും ഒരു 5 വർഷം അത് നമ്മുടേതാണ്, LDF-ന്റേതാണ്. ഈ ഗവൺമെന്റ് നമ്മൾ തന്നെ നയിക്കും, ഒരു സംശയവും ആർക്കും വേണ്ട. തമ്മിലടിക്കുന്ന UDF-നല്ല, കുതികാല് വെട്ടുന്ന UDF-നല്ല, വർഗീയത പരത്തുന്ന ആളുകളെ തമ്മിലടുപ്പിക്കുന്ന BJP-ക്കല്ല നമ്മുടെ നാട്. ഇവർക്കൊന്നും നമ്മൾ ഈ നാടിനെ വിട്ടുകൊടുക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഏകോദര സഹോദരങ്ങളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ പള്ളികളിൽ ഉയരുന്ന ബാങ്ക് വിളിയും ക്രിസ്ത്യൻ പള്ളികളിലെ മണിയടി നാദവും ദീപാരാധനയുടെ ഏറ്റവും വലിയ ശങ്കൊലി നാദവും ഒരുമിച്ചുയരുമ്പോൾ ഉണ്ടാവുന്ന ആ സൗരഭ്യമുണ്ടല്ലോ, ആ സൗരഭ്യം നാളുകളിലും പൂഞ്ഞാറിന്റെ മണ്ണിൽ ഉണ്ടാവണം. ശബരിമലയിൽ അയ്യപ്പനെ തൊഴാൻ പോകുന്ന ഓരോ അയ്യപ്പ ഭക്തനും വാവരെ വണങ്ങി പേട്ടതുള്ളി ശബരിമലയ്ക്ക് പോകുന്ന മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായി നാളുകളിലും ഈ നാട് നിലനിൽക്കും. അതിനെ കുട്ടിച്ചോറാക്കാൻ, അതിനെ തകർക്കാൻ ഏത് ഗൂഢശക്തികൾ വന്നാലും, നാം തൂത്തെറിഞ്ഞവർ വീണ്ടും തലപൊക്കി വന്നാലും ആ പത്തിക്കു തന്നെ നമ്മൾ ഏപ്രിൽ 9-ന് അടിക്കുമെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പണമുയർത്തി വരുന്ന ഓരോ വിഷസർപ്പങ്ങളെയും നമ്മൾ കരുതിയിരിക്കുക. ആ വിഷസർപ്പങ്ങളുടെ പത്തിക്കടിക്കാനുള്ളതാണ് നമ്മുടെ വോട്ടവകാശം എന്ന് ഈ നാടിനെ സ്നേഹിക്കുന്ന ഓരോ അമ്മ പെങ്ങന്മാരെയും സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്താൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ച ആ മഹത് വചനമുണ്ടല്ലോ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതേതരും ഏവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് അത് പൂഞ്ഞാർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, കേരളം LDF പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ആ കേരളത്തോടൊപ്പം പൂഞ്ഞാറുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നമുക്കൊന്നിച്ചങ്ങിറങ്ങാം. വിജയം നമ്മുടേതാണ് കൂട്ടരെ. ജയ് LDF. ഈ അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഒരു കാര്യം അറിയിക്കുകയാണ്. കൃത്യം 4 മണിക്ക് മുണ്ടക്കയം പട്ടണത്തെ ഇളക്കി മറിക്കുന്ന അക്ഷരാർത്ഥത്തിലുള്ള റോഡ് ഷോ നമ്മുടെ LDF സ്ഥാനാർത്ഥിയുടെ ആരംഭിക്കുകയാണ്. അതിന്റെ അർത്ഥം 15 മിനിറ്റ് കൊണ്ട് ഈ യോഗം അവസാനിക്കും. ഈ ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ ആളുകളും ആ റോഡ് ഷോയോടുകൂടി സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗം ഉടൻ തന്നെ അവസാനിക്കുന്നതാണ്. ഈ കൺവെൻഷനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനായി CPIയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് KT പ്രമോദ്, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ ആവേശകരമായ ഈ കൺവെൻഷൻ സൂചിപ്പിക്കുന്നത് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ 2021 ബഹുമാന്യനായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അന്ന് കൈവരിച്ച ഭൂരിപക്ഷത്തേക്കാൾ
വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇവിടെ ചേർന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തിരിക്കുന്ന ഈ മഹാസമ്മേളനം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് നമ്മുടെ ഈ നാട്ടിലെ രാഷ്ട്രീയത്തെ മലീമസപ്പെടുത്തിയ രാഷ്ട്രീയ പുഴുക്കുത്തുകൾക്ക് അവർക്ക് അന്ത്യശാസനം നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നേട്ടം ഇവിടെ നേതാക്കന്മാരെല്ലാം വിശദീകരിച്ചു. നമുക്ക് ഇവിടെ ഇന്ന് 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ റോഡ് ഷോ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലുണ്ടാക്കിയിട്ടുള്ള അത്ഭുതാപൂർവമായ വികസന പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിത്തറ തകർന്നിരിക്കുന്നു, അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിലേക്കാണ് പോകുന്നത് എന്ന തരത്തിൽ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ ഈ രാജ്യത്തെ വലിയ നുണക്കോട്ടകൾ കെട്ടാൻ ശ്രമിച്ചെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായും 3ാം വട്ടം ഈ കേരളത്തിന്റെ ഭരണത്തിലേക്ക് വരുമെന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്നതാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കേരളം ഈ 10 വർഷക്കാലം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാനുണ്ടാവും. ആ നേട്ടങ്ങളെല്ലാം ഈ കേരളത്തിൽ കൈവരിച്ചത് നമുക്കറിയാം. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഈ കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന, ഈ കേരളത്തിന് അർഹതപ്പെട്ട 60,000-ത്തിലധികം കോടി രൂപ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. ആ സാമ്പത്തിക പ്രയാസത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ വൻകിട വികസന പ്രവർത്തനമടക്കം ക്ഷേമ പദ്ധതികളടക്കം ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളോടൊപ്പം മുന്നോട്ട് പോകുന്നൊരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് വീണ്ടും വരണമെന്നാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർ, നാളെങ്ങനെയായിരിക്കണം കേരളം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, അവരെല്ലാം എല്ലാ മേഖലകളുമുള്ള ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ രാഷ്ട്രീയത്തിനതീതമായി ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരണം എന്ന ആവേശകരമായ ചിന്തകളാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ തവണത്തിൽ നിന്ന് മെച്ചപ്പെട്ട റിക്കാർഡ് ഭൂരിപക്ഷത്തോടുകൂടി നമുക്കിവിടെ നിന്ന് ജയിക്കാൻ കഴിയുന്ന ആ സാഹചര്യം ഇനിയുള്ള ദിവസങ്ങളിൽ കഠിനാധ്വാനത്തിൻ്റെതാണ് നമ്മുടെ ദിനങ്ങൾ. ഒരു നാട്ടിലൊരു വികസന പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ, ആ മണ്ഡലത്തിലൊരു വികസന പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ ആ ജനപ്രതിയുടെ കഠിനാധ്വാനം 24 മണിക്കൂറും ഈ നാടിനു വേണ്ടി പ്രയത്നിച്ച ആ കഠിനാധ്വാനത്തിന്റെ ബാക്കിപത്രമാണ് ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ കാണുന്ന ഈ വികസന പ്രവർത്തനവും അതിന്റെ എല്ലാ നേട്ടങ്ങളും. അതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ 2 ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന മുഴുവൻ LDF പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും LDFന്റെ ബന്ധുക്കളെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. LDF പ്രവർത്തകരാരും തന്നെ ഓഡിറ്റോറിയത്തിന് വെളിയിലേക്ക് ഇപ്പം പോകേണ്ട. 10 മിനിറ്റ് കൊണ്ട് മീറ്റിംഗ് അവസാനിക്കും. നമുക്ക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മുഖ്യ അജണ്ട ഉണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമേ റോഡ് ഷോ ആരംഭിക്കത്തുള്ളൂ. അടുത്ത പ്രസംഗത്തിനായി കേരള കോൺഗ്രസിൻ്റെ നേതാവ് ഡോക്ടർ സ്റ്റീഫൻ ജോർജ് XMLA ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇനി നമ്മൾ അതിഗംഭീരമായ റോഡ് ഷോയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രസംഗത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയങ്കരനായ ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഇവിടെ സംസാരിച്ചപ്പോഴാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് ഇത്രയേറെ കാര്യങ്ങൾ ഈ പൂഞ്ഞാറിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന്
എനിക്ക് തന്നെ മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. അപ്പം ഇതുപോലെ വികസന പ്രവർത്തനം നടത്തിയ MLA നമുക്കാർക്കും കൈവിടാൻ കഴിയില്ല. രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ ഇനിയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ഇന്ത്യൻ ആർമി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ പൂഞ്ഞാറിലാണ് MLA സർവീസ് ആർമി തുടങ്ങിയെന്ന് 5 വർഷമായി. സത്യത്തിൽ എനിക്ക് മറ്റൊരു MLA-മാരും ചെയ്യാത്ത വിധത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാനായി സ്വന്തമായ ഒരു ആർമി ചെറുപ്പക്കാരെയും നാട്ടുകാരെയും ചേർത്ത് തുടങ്ങി സേവനം ചെയ്ത MLA-ആണ് പ്രിയങ്കര ശ്രീ കുളത്തുങ്കൽ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ കുളത്തുങ്കൽ എതിർ സ്ഥാനാർത്ഥി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനം ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഒരു യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇതാ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം വരും. ഉടനെ ആളുകൾ സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പിന്നീടാണ് മനസ്സിലായത്, യാത്ര തീരുന്നതിന് മുമ്പ് പറഞ്ഞു യാത്ര കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതെല്ലാം കഴിഞ്ഞ് ചാനലുകാർ പറഞ്ഞു സ്ഥാനാർത്ഥികളൊന്നും പ്രഖ്യാപിച്ചില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞു, 42 കഴിഞ്ഞു, 72 കഴിഞ്ഞു, 96 കഴിഞ്ഞു, 100 കഴിഞ്ഞിട്ടും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടി നിന്ന സമയത്താണ് ഞാൻ വിചാരിച്ചു പോയി 23-ാം തീയതി കഴിഞ്ഞും ഒരുപക്ഷെ സ്ഥാനാർത്ഥി വന്നെന്ന് വരികയായിരുന്നു. നാളെ കൂടെ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇവിടെ ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ടായി. എല്ലാവർക്കും ഒരുമിച്ച് വോട്ട് ചെയ്യാൻ, സ്മാശിന് വോട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമുണ്ടായി. പ്രതിപക്ഷത്തൊന്നും വലിയ സ്ഥാനാർത്ഥി UDF-നില്ല. ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി യൂട്യൂബ് ഞാനിന്ന് രാവിലെ കാണുകയുണ്ടായി. നമ്മുടെ പഴയ പൂഞ്ഞാർ പുലി, ഇപ്പം പുലിയൊക്കെ പോയി പല്ലെല്ലാം കൊഴിഞ്ഞ സിംഹമായി മാറി ഇവിടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറയാം കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കും, എങ്ങനെ അപ്പനും മകനും ഒരുമിച്ച് നിയമസഭയിൽ പോകും. യൂട്യൂബിൽ ഇന്ന് രാവിലെ പറഞ്ഞതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ അപ്പനും മകനും എങ്ങനെ നിയമസഭയിൽ പോകാനാ? ആ നിയമസഭയുടെ പുറത്തു വല്ലതും പോയി കുത്തിയിരിക്കാമെന്നല്ലാതെ ഒരിക്കലും എൻ്റെ ജോർജ് അപ്പനും മകനും നിയമസഭയ്ക്കകത്ത് പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രം തിരുത്തി കുറിക്കും. എന്താണ്? അപ്പനും മകനും ഒരുപോലെ മത്സരിച്ച് രണ്ടുപേരും പരാജയം ഏറ്റുവാങ്ങിയെന്ന ചരിത്രത്തിന് സാക്ഷിയാകാൻ ഇതാ ജോർജ് പോവുകയാണ്. മെയ് മാസം 4-ാം തീയതി നമുക്ക് തമ്മിലൊന്ന് കാണാം എൻ്റെ ജോർജ്. ഇവിടെ സെബാസ്റ്റ്യൻ പ്രസംഗിച്ചോ പറയുണ്ടായി, ഇതാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിയോളത്തെ നയിച്ചു, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നിയോളത്തെ നയിച്ചു. ഞാൻ കേട്ട മനസ്സിലായി അച്ഛനാർത്ഥത്തിൽ ശരിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ഈ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു സെബാസ്റ്റ്യൻ തെരഞ്ഞെടുപ്പോടുകൂടി. അതിനു മുമ്പ് എന്താ ഇദ്ദേഹം പറഞ്ഞ, ഞാനൊരിക്കൽ ഇടയ്ക്ക് ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന ആളാണ്. ഒരിക്കൽ ഒരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പം PC ജോർജും വന്നു. PC ജോർജ് അന്ന് എനിക്ക് തോന്നുന്നു ഈ മാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട ചർച്ച സമയത്താണ്. PC ജോർജ് അവിടെ വന്ന് ഈ അവതാരനോട് ചോദിച്ചു, എനിക്കൊരു കാസറ്റ് വേണം, ഇതിൻ്റെ ഈ CD, ആ CD വേണം. അപ്പോൾ എന്തിനാ CD? ഒരു അത്യാവശ്യം. അപ്പോൾ ഇവൻ നിഷ്കളങ്കമായി ഇവൻ വിചാരിച്ചു ഈ CD എന്തെങ്കിലും റൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. തപ്പി നടന്നിട്ട് കണ്ടില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇതാ ഇവിടെ ഒരു പഴയ CD കിടപ്പുണ്ട്, അത് മതി അതിങ്ങ് തന്നാൽ മതി. മേടിച്ചു. ചർച്ച അങ്ങോട്ട് തുടങ്ങി. ചർച്ച പകുതിയായപ്പം ഞാനും ഇരിക്കുക ചർച്ചയ്ക്ക്. അതൊക്കെ ഈ തപ്പിയെടുത്ത CD, വർഷങ്ങളായി ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളാത്ത CD പൊക്കി പിടിച്ച് പറയാം, നിങ്ങൾക്കറിയുമോ ഈ CD-യിലുള്ള എല്ലാ സത്യങ്ങളുമുണ്ട്, ഈ സത്യം വേണ്ടി വന്നാൽ ഞാൻ വെളിപ്പെടുത്തും. എനിക്ക് അത്ഭുതം തോന്നി. മഴ പെയ്യല്ലേ? ഇത് പറഞ്ഞുകൊണ്ടാണ് മഴ വരുന്നതാണ് പറഞ്ഞത്. ഞാനിത് പറഞ്ഞുകൊണ്ടാണ് മഴ വരുന്നത് സാഹചര്യം പറഞ്ഞത്. അത് ശരി, മഴ വരുന്നതുകൊണ്ട് നമുക്ക് റോഡ് ഷോ നടത്തണം, ശരിയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടുത്തെ ഈ പൂഞ്ഞാർ പുലിയെക്കുറിച്ച് ഇങ്ങനെ ഓർത്തപ്പാങ്ങ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു MLA നിലയിൽ ഇത്രയേറെ വികസനം നടത്തിയ ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ 2 ലക്ഷത്തിൽ വിജയിപ്പിച്ച് ഈ നാടിനെ അനുഗ്രഹിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി LDF കൺവീനറെ ക്ഷണിക്കുന്നു. നമ്മുടെ റോഡ് ഷോ ഉടനെ ആരംഭിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ആദ്യമായിട്ട് നമ്മുടെ മണ്ഡലം കൺവെൻഷനുകളുടെ ഡേറ്റുകളൊന്ന് പ്രഖ്യാപിക്കുകയാണ്. 24/3/2026 4 PM തീക്കോയി, 5 മണിക്ക് പൂഞ്ഞാറ്, 5:30 പൂഞ്ഞാർ തെക്കേക്കര. 25-ാം തീയതി 4 PM ഈരാറ്റുപേട്ട,
5:30 പാറത്തോട്, 26-ാം തീയതി തെടനാട്, 4 മണിക്ക് കൂട്ടിക്കൽ, 5 മണിക്ക് കോരുത്തോട്, 5:30 മുക്കൂട്ടുതറ, 6 മണിക്ക് എരുമേലി. അതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ആദ്യം അറിയിച്ചതിൽ നിന്ന് അല്പം മാറ്റം ഒന്ന് അറിയിക്കുകയാണ്. മാർച്ച് 27-ാം തീയതി രാവിലെ പൂഞ്ഞാർ പഞ്ചായത്തിലെ മാളികയിൽ നിന്നും സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ആരംഭിക്കുന്നതും തുടർന്ന് തിരുനാട് പഞ്ചായത്തിലും അതിനുശേഷം ഈരാറ്റുപേട്ട നഗരസഭയിലും പര്യടനം നടത്തുന്നതാണ്. 28-ാം തീയതി തീക്കോയി വഴിക്കടവിൽ രാവിലെ ആരംഭിക്കുന്നു. തുടർന്ന് പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുന്നു. 29-ാം തീയതി പാറത്തോട് പഞ്ചായത്തിലും 30-ാം തീയതി മുണ്ടക്കയം പഞ്ചായത്തിലും 31-ാം തീയതി കൂട്ടിക്കൽ കോരിത്തോട് പഞ്ചായത്തുകളിലും ഏപ്രിൽ 1-ാം തീയതി എരുമേലി പഞ്ചായത്തിലും സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, ഇത് പൂർണ്ണമായ കമ്മിറ്റിയല്ല, കാരണം ഇനിയും ഇതിനകത്ത് ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിക്കാനുള്ളതുണ്ട്. എങ്കിലും ഞാൻ ഇതൊന്ന് വായിക്കുകയാണ്. രക്ഷാധികാരികൾ KJ തോമസ് XMLA, പ്രൊഫസർ BJ ജോസഫ് XMLA, OPA സലാം, ജോർജ് കുട്ടി അഗസ്തി. പ്രസിഡന്റ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് K രാജേഷ്, സെക്രട്ടറി അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, കൺവീനർ KT പ്രമദ്, വൈസ് പ്രസിഡന്റുമാർ ജോയ് ജോർജ്, തങ്കമ്മ ജോർജ് കുട്ടി, രമ മോഹൻ, MG ശേഖരൻ, VJ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് PS സുനിൽ, തോമസ് കുട്ടി മുതുപുന്നിക്കൽ, ജോസ് കൊച്ചുപുര, മിനി സാവിയോ, റഷീദ് താന്നിമുട്ടിൽ, റബീഖ് പട്ടരുപറമ്പിൽ, ഉണ്ണിരാജ് പത്മാലയം, ജോസ് പഴയതോട്ടം. ജോയിന്റ് സെക്രട്ടറിമാർ ഷമീം അഹമ്മദ്, TS സിജു, PS സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, EK മുജീബ്, ഷമാസ് ലത്തീഫ്, അഡ്വക്കേറ്റ് അബേഷ് അലോഷ്യസ്, ജോൺകുട്ടി മടത്തരകം, ഡോക്ടർ ജോസ് കാനാട്ട്. ജോയിന്റ് കൺവീനർമാർ TS കൃഷ്ണകുമാർ, MG രാജു, PK പ്രദീപ്, B രമേശ്, തോമസ് മാത്യു, മിഥിൻ സാബു, സിന്ധു മുരളീധരൻ, PV വിനീത്, BP സുഗതൻ, ജോളി മടുക്കക്കുഴി, ബിനോ ജോൺ ചാലക്കുഴി, അംബിക MS, ഡയസ് മാത്യു കോക്കാട്ട്. ബാക്കി എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികൾ ഇതിനകത്തുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് ആ പേരുകൾ വായിക്കുന്നില്ല. ലിസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ ഗ്രൂപ്പുകളിൽ അറിയിക്കുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് മുണ്ടക്കയം മണ്ഡലം കമ്മിറ്റി ഇന്നിവിടെ മുണ്ടക്കയം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇവിടെ എടുക്കുകയും കൺവെൻഷൻ ഇവിടെ നടന്നതായിട്ട് നമ്മൾ അറിയിക്കുകയാണ്. അതേ തുടർന്ന് കമ്മിറ്റിയുടെ അറിയിപ്പ് നൽകുവാനായിട്ട് സഖാവ് PS സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. റോഡ് ഷോ ഉടനെ ആരംഭിക്കുന്നതുകൊണ്ട് വിശദമായി പറയുന്നില്ല. 101 പേരുള്ള കമ്മിറ്റിയാണ് നമ്മൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ചെയർമാൻ PS സുരേന്ദ്രനും സെക്രട്ടറി ചാർലി കോശിയും കൺവീനർ സുലോചന സുരേഷാണ്. വൈസ് ചെയർമാൻമാർ CV അനിൽകുമാർ, MG രാജു, റഷീദ് താന്നിമുട്ടിൽ, ദിലീപ് ദിവാകരൻ, തങ്കച്ചൻ കാരിക്കാട്ടെ, ജോയിന്റ് സെക്രട്ടറി റെജീന റഫീഖ്, BK പ്രദീപ്, ബാബു സെബാസ്റ്റ്യൻ, KN സോമരാജൻ, ഷാജി മോഹനൻ, ജോൺ കുര്യൻ, രാജീവ് അലക്സാണ്ടർ. അപ്പോൾ ഇങ്ങനെ മറ്റ് പാർട്ടികളുടെ മറ്റ് പ്രമുഖ ആളുകളെയും കൂടി ഉൾപ്പെടുത്തി 101 പേരുള്ള കമ്മിറ്റിയാണ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അത് അറിയിപ്പായി പറയുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ യോഗം അവസാനിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ പിന്നെ KT പ്രമദിന് യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട M സ്വരാജിന് യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MLA സെബാസ്റ്റ്യൻ കുളത്തെങ്ങിന് യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നേതാക്കന്മാർ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള സ്റ്റേജിലുള്ള എല്ലാവർക്കും, അതിനേക്കാൾ ഉപരി നമ്മുടെ ഇന്നത്തെ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത ബഹുമാന്യരായ വോട്ടർമാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യോഗം അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. കൺവെൻഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും റോഡ് ഷോയിൽ പങ്കെടുക്കുക.